ഇന്നും യേശുവിനോട് കൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിതമില്ല. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ തന്നെയാണ് സുഖവും ദുഃഖവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സാഹിത്യകാരന്മാരുടെ ഭാഷയാണെങ്കിൽ പോലും അതൊന്ന് കടമെടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എത്ര വാസ്തവമായ കാര്യമാണത്. തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടുമ്പോഴാണ് ആ മനുഷ്യൻ്റെ, ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയുന്നത്, വ്യക്തിത്വം തിരിച്ചറിയുന്നത്. ഒരു ഭക്തൻ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നതെന്നാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 46-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആപൽക്കരമായ ജീവിത സാഹചര്യങ്ങൾ, പരിഭ്രമജനകമായ സംഭവങ്ങൾ, ഇതൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അതിനെ പതറാത്ത മനസ്സോടും തകരാത്ത ശുഭപ്രതീക്ഷയോടും കൂടി നേരിടുവാൻ കഴിയുന്ന ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. ഭക്തൻ എന്നവകാശപ്പെടുന്ന പലരും ഒരുപക്ഷെ ഇതിന് കഴിയുന്നോ എന്ന് അവരവർ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ യഥാർത്ഥമായും തിരിച്ചറിഞ്ഞ ഭക്തന്മാർ ചേർന്ന് പാടുകയാണ്: ദൈവം നമുക്ക് സങ്കേതമാണ്, ദൈവം നമുക്ക് ബലമാണ്, തന്നെയുമല്ല ഏതു കഷ്ടം ജീവിതത്തിൽ നേരിട്ടാലും അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയും ആയിരിക്കും. ദൈവം എന്തെങ്കിലും നിലയിൽ ഒരു സഹായം ചെയ്യുമെന്നല്ല, ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കും. അതിൻ്റെ അർത്ഥം അതിനപ്പുറത്തേക്കാരും നമ്മുടെ അടുക്കിലേക്ക് വരാൻ കഴിയാത്ത നിലകളിൽ ദൈവം നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കും. ഭക്തിക്ക് കുറവില്ല, പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ഉപവാസത്തിന് കുറവില്ല. ഇതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ചില ആളുകളുണ്ട് തീരെ നിസ്സാര കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് അസ്വസ്ഥരാകും. ഇവരിൽ ചിലരാകട്ടെ നിഷ്ക്രിയരായി പോകും പെട്ടെന്ന്. ചിലർ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരുടെ കാര്യമാണ്. പെട്ടെന്ന് അസ്വസ്ഥരാകുക മാത്രമല്ല, ബഹളം വെച്ച് മറ്റുള്ളവരുടെ സ്വൈര്യത കൂടി നഷ്ടപ്പെടുത്തും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ: ഈ വീടും പറമ്പും ഒക്കെ വിറ്റ് വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ അല്പം സ്വസ്ഥത കിട്ടുമായിരുന്നു. എന്തെങ്കിലും തീരെ നിസ്സാരമായ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കണ്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരിടുമ്പോഴായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്നാൽ അവർ ഒരു കാര്യം മറക്കരുത്: നമ്മൾ ചെല്ലുന്ന സ്ഥലത്തും ആദ്യം കുറേ ദിവസമൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാകും ഇവിടെയും ഏകദേശം നമ്മൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലം പോലെ തന്നെയായിരുന്നെന്ന്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതറാതെ നിൽപ്പാനുള്ള 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാം. ഒന്നാമതായി, നമുക്കൊരു ജീവിത ദർശനമുണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് തുടങ്ങി കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പോ തന്നെ മറ്റൊന്നിൽ വേഗത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ വേറൊരു കാര്യം കേൾക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ അങ്ങോട്ട് നയിക്കുക. അതാണ് ചിലരുടെ പരിപാടി. അങ്ങനെ പാടില്ല. നമുക്ക് ഒരു ദർശനമുണ്ടായിരിക്കണം. അടുത്തതായി, നമ്മുടെ മനോനില നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അത് മറ്റൊരാൾ നിയന്ത്രിക്കാൻ കൊടുക്കരുത്. മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല അത്. നമ്മൾ തന്നെ തിരിച്ചറിയണം: ഞാൻ എന്നെ ഈ സാഹചര്യത്തിൽ നിയന്ത്രിച്ചേ മതിയാകൂ. അതിനും ഒരു എളുപ്പവഴിയുണ്ട്. ദൈവത്തെ ധ്യാനിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനത്തിൽ ലഭിക്കുന്ന അത്രയും ആശ്വാസവാക്കുകൾ ഹൃദയസ്ഥമാക്കുക, അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനം ഓടിയെത്തും. അസ്വസ്ഥതമായി നിങ്ങളെ ഭരിക്കുന്ന എന്തു തന്നെ ഉണ്ടെങ്കിലും അത് ഓടി മറയും. പ്രധാനമായ ഒരു കാര്യം കൂടെ പറയാം: നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്തു തീർക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞിട്ട് മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ അയൽവാസിയുടെ, നമ്മുടെ ദേശത്തെ കഷ്ടത അനുഭവിക്കുന്നവരുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ നമ്മുടെ സഹായം അർഹിക്കുന്നവർക്ക് ഓടിയെത്തി അവരെ സഹായിക്കാൻ ഒക്കെ നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമുക്ക് മനസ്സമാധാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിൽ പലരും മനഃപ്പാഠമാക്കിയ സങ്കീർത്തന ഭാഗങ്ങളിൽ ഒന്നാണ് 91-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളെങ്കിലും. അതിങ്ങനെയാണല്ലോ: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. താഴോട്ടുള്ള മുഴുവൻ വാക്യങ്ങളും ഇങ്ങനെയുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. കെണിവെച്ച് കാത്തിരിക്കുന്ന വേട്ടക്കാരൻ ലജ്ജിക്കത്തക്ക നിലകളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും കെണിയിൽ വീഴുകയില്ല എന്ന് മാത്രമല്ല,
അവർക്ക് ദൈവിക സംരക്ഷണം മനസ്സിലാകത്തക്ക നിലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. ദൈവം നമുക്ക് സങ്കേതമാണെന്നുറപ്പുള്ളവർ, ദൈവം എനിക്ക് സങ്കേതമാണെന്നുറപ്പുള്ളവർ ഓരോരുത്തരും പാടേണ്ട സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും. അവർ പറയുന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ. ദൈവം ഞങ്ങൾക്ക് സങ്കേതമാണ്, ദൈവം ഞങ്ങൾക്ക് ബലമാണ്, അതുകൊണ്ട് കഷ്ടങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, കഷ്ടങ്ങൾ ഉണ്ടായാലും ദൈവം ഏറ്റവും അടുത്ത തുണയായി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ള വാക്യങ്ങളിലും പ്രകടമായ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് പ്രത്യേകിച്ചും ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ അങ്ങയുടെ വചനത്തിലും അങ്ങിലും പൂർണ്ണമായിട്ട് ഉറച്ചു ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.